ഹായ്, ഷാഫി ദ വാട്സപ്പ് എക്സ്പേർട്ട്. നമുക്കൊക്കെ ഏറെ പരിചിതമായിട്ടുള്ള ഒരു പെട്രോൾ കമ്പനിയാണ് നയാര എനർജി. അവരെങ്ങനെയാണ് നമ്മുടെ ഒരു വാട്സപ്പ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ആഡൊക്കെ ചെയ്ത് വാട്സപ്പിലൂടെ എങ്ങനെയാണ് ഒരു ക്യാമ്പയിനൊക്കെ റൺ ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സും അതുപോലെ മാക്സിമം ആളുകളുടെ കോണ്ടാക്റ്റുകളൊക്കെ കിട്ടുന്ന രൂപത്തിലും എല്ലാം ചെയ്തിട്ട് ഒന്നുമില്ല. നമ്മൾ ഒരു പമ്പിൽ കയറി എണ്ണ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു റെസിപ്റ്റ് അവരുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രൂപത്തിൽ, അത് വാട്സപ്പ് ഉപയോഗിച്ച് തന്നെ. എത്രത്തോളം സാധ്യതകളാണ് ഓരോ കമ്പനികളും ഇതിൽ കാണുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെയേറെ സാധ്യതകളുണ്ട്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് നയാര എനർജിയുടെ ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിൻ. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ വാട്സപ്പിലേക്ക് വന്നു. എന്നിട്ട് ആ ഒരു കീവേഡ് എൻ്റർ ചെയ്തപ്പോൾ അത് ട്രിഗർ ചെയ്തിട്ട് അതിന് ഒരു വെൽക്കം മെസ്സേജ് വന്നു. നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പേര് അടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നു. അത് എഗ്രി ചെയ്ത് കൊടുത്തു. അവർ താങ്ക് യു പറഞ്ഞു. പിന്നെ അവരൊരു നമ്പർ ജനറേറ്റ് ചെയ്ത് തന്നു. എൻ്റെ പേരും അതുപോലെ ഒരു നമ്പറും ഒരു റെഫറൻസ് നമ്പറും ജനറേറ്റ് ചെയ്ത് തന്നു. അതെല്ലാം ഓട്ടോമാറ്റിക് ബാക്ക് ആൻഡ് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അവർ ബില്ല് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതുപോലെ ബിൽ ബുക്ക്, ജീറ്റ് ബുക്ക് എന്നുള്ള കുറച്ച് 2 ഓപ്ഷൻസ് കൂടി ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ഈ എന്തോ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് സംഭവമാണ്. അപ്പൊ ഞാൻ അപ്ലോഡ് ബില്ല് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു നോക്കുമ്പോൾ അവര് എന്ത് പറയുന്നു, അല്ല അതിന്റെ കൂടെ തന്നെ ഞാൻ മറ്റുള്ള ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കി. ജസ്റ്റ് ഒരു ടെസ്റ്റ് ആയിട്ട് ഏതിൽ ക്ലിക്ക് ചെയ്താലും അതിനോട് വെച്ചുള്ള സംഭവം അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് റെസീപ്റ്റ് അല്ല, അതുകൊണ്ട് റെസീപ്റ്റിന്റെ ഇമേജ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കണ്ടോ. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഇതായിരുന്നു ആ ഒരു പേരും റെഫറൻസ് നമ്പറും അതിലുള്ളത്.